അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തട്ടുകട സ്റ്റൈലിലുള്ള കപ്പ ബോട്ടി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബോട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കപ്പയും എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോട്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അതിനെ കഴുകി അതിന് ഉളുമ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കിലോ ബോട്ടിയിലേക്ക് നമ്മൾ ഏകദേശം 1/2 കിലോ കപ്പ അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബോട്ടീനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ആണ്, അപ്പോൾ അതിനുള്ള കണക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചിട്ട് തന്നെ ഇടുക, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. പേസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാല, സാധാരണ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ കുക്കർ വെച്ചിട്ടുള്ളൂ, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടുവെള്ളം, സാധാരണ വെള്ളമായാലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഇളം ചൂടുവെള്ളമാണ്. എന്നിട്ട് നമുക്കിതിന് വിസിൽ കൊടുക്കണം. അപ്പോൾ ഏകദേശം ഞാനൊരു 10 വിസിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഫുൾ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം ഉള്ള 9 എണ്ണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ കപ്പയും നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെയും ഞാൻ ഇതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കുക. കുറച്ച് ഓയിൽ കൂടുതൽ തന്നെ ഒഴിക്കണം കേട്ടോ, അപ്പോഴത് കുറച്ചും കൂടിയും കറിക്ക് ടേസ്റ്റ് വരാം. ഇനി കുറച്ച് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ബൗളിൽ കുറച്ച് സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് നമുക്കതിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ നമ്മളിതിനെ വഴറ്റണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു പാനോ ചട്ടിയോ വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടിയും അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചൂടാക്കിയ മസാല ചേർക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഏകദേശം 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്, അതും ഒരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി കുറച്ചും കൂടിയും എരിവ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നവരെ പൊടികൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിൽ മാത്രം പൊടികളാവും. ഇനി നമുക്ക് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും, എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നമ്മളുടെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ സബോള വഴറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്കിതിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി നമുക്ക് കരിഞ്ഞു പോകാതെയും അതുപോലെ നല്ലൊരു മണത്തിലും നല്ലൊരു ഫ്ലേവറിലും നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സബോള കുറച്ചും കൂടി ഒരു കളറൊന്ന് മാറട്ടെ. അപ്പോൾ ഒന്ന് കളറ് മാറി വന്നു കഴിയുമ്പോൾ വേണം നമുക്ക് പൊടിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ സബോളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുക്കർ നമ്മൾ
വിസിലൊക്കെ അടുപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ, അപ്പോഴല്ലേ വിസിലൊക്കെ വിട്ട് വരുള്ളൂ. ആ സമയം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഓൾറെഡി പച്ചമണം പോയിട്ടുള്ള പൊടികളാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചേർക്കേണ്ടത് തക്കാളിപ്പഴമാണ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കണക്കുകളാണ് കേട്ടോ. ഏകദേശം ഞാനൊരു നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിലേക്ക് കുറച്ചും കൂടി നല്ല പഴുത്തതായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. അതുപോലെ പെട്ടെന്ന് അത് ഉടഞ്ഞു വരും ചെയ്യും. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, കുറഞ്ഞ തീയിലിട്ടിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുറേ വിസിൽ കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം അതിലുള്ള അണുക്കളും ബാക്ടീരിയ ഒക്കെ പോകണമെങ്കിൽ നമ്മളതിനെ നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും ഗ്രേവിയും ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടീനെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ബോട്ടിയിലും ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ മസാലയിലുള്ളതും പിന്നെ ആ ബോട്ടിയിലുള്ള ചെറിയൊരു സ്റ്റോക്കും ഇതൊക്കെ കൂടി വരുമ്പോൾ അത്യാവശ്യത്തിനൊരു ചെറിയ സെമി ഗ്രേവി ഫോമിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതിനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പ കൂടുതൽ വേണ്ടവർക്ക് അളവ് കൂട്ടിയെടുക്കാം, കുറവ് മതിയെങ്കിൽ കുറവിടാം. 1/2 കിലോയിലേക്ക് 1/2 കിലോ ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു തട്ടുകട മോഡലിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും കപ്പ എത്തുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് വേവുന്ന ഒരു കപ്പ തന്നെയാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എല്ലായിടത്തും ആ ഗ്രേവിയൊക്കെ പിടിച്ച് ഒന്നും കൂടി അതൊന്ന് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് വരും കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത് ചൂട്ടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഇതിനൊക്കെ ടേസ്റ്റ്. നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോഴും നമുക്ക് നല്ല ചൂട്ടോടെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, കപ്പയൊക്കെ നന്നായിട്ട് മിക്സായി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം ഓടാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ശരിക്കും ഇതിൽ പൂട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കപ്പയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാള അതിൻ്റെ മുകളിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളകും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനത് ഗാർണിഷ് ചെയ്യാൻ പ്ലേറ്റിൽ വെക്കുമ്പോൾ കുറച്ച് കാന്താരി മുളകും അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുളക് മാറ്റിയിട്ട് കൊടുക്കുക. അതൊക്കെ കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയും ഇതിൽ ഒഴിച്ച് ചേർക്കാം. അപ്പോൾ കട്ടൻ കാപ്പിയുടെ കൂടെ ഈ ബോട്ടിയും കപ്പയും ഒന്ന് കഴിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.